Welcome to Manera's box. ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റിയായ ചുരക്കായ് കറി, അതായത് ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ഗ്രേവിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോണത്. നിങ്ങൾക്ക് അറിയാം, ഇത് ചുരക്കായാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു 1 kg ആണിത്. എനിക്ക് 1 kgയുടെ ഹാഫ് എടുത്തിട്ടുള്ളൂ ഞാനിപ്പോൾ. അപ്പോൾ ഇതിൽ നമുക്ക് ടൊമാറ്റോയോ ഓണിയനോ ഇല്ലാതെ എളുപ്പത്തിൽ കുക്കറിൽ വെച്ച് തന്നെ ചപ്പാത്തിയുടെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് പീസാക്കി ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. സ്കിന്നൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്. കുക്കറിൽ ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടിയിട്ട് ജീരകം കൂടെ ആഡ് ചെയ്യാം. കുറച്ച് ജീരകം ആഡ് ചെയ്യാം. 2 പൊട്ടി കഴിഞ്ഞിട്ട് ഒരു ശകലം കായപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഇടാം. ഒരു 3 ഗ്രീൻ ചില്ലി കീറിയത് ഇവിടെയാണ്. ഇനി നമുക്കിതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരക്കായ ഇടാം. ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെയാണ് പീസായിട്ട്, നല്ല ചെറുതല്ല നല്ല വലുതല്ല, പിന്നെ ഒരു ഇതുപോലത്തെ സൈസ് പീസായിട്ടൊന്ന് കട്ട് ചെയ്യാം. അതുകൂടെ ആഡ് ചെയ്യാം. നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു 100 ഗ്രാംസ് കടലപ്പരിപ്പാണ് ഇടാൻ പോണത്. കടലപ്പരിപ്പ് ഞാനിപ്പം ചൂടുവെള്ളത്തിലാണ് ഇട്ടിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു ½ an hour സോക്ക് ചെയ്തിട്ട് ഇടുക. അപ്പോൾ തന്നെ നല്ലപോലെ വേഗം. എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ അല്പം ചൂടുവെള്ളത്തിലാണ് സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. ലൈറ്റായിട്ടൊന്ന് സോക്കായിട്ടുണ്ട്. കണ്ട പൊട്ടി വരണം. നമുക്കിത് കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അടുത്തതിലേക്ക് എല്ലാം ചേർത്ത് പിന്നെ മിക്സ് ചെയ്താലും മതിയാകും. 1 ടീസ്പൂൺ മുളക് പൊടി ഇടണമുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അതിൽ തന്നെ ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരക്കായിൽ വെള്ളം കുറച്ച് വരും, എന്നാലും കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. പരിപ്പ് വേകണം, അതുകൊണ്ടാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതാകും. ഒരു 4 വിസിൽ അടച്ചു വെച്ചിട്ട് ഇതിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടില്ല, ടൊമാറ്റോ ഇട്ടിട്ടില്ല, ഓണിയൻ ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. എളുപ്പത്തിൽ തന്നെ നമുക്ക് ചപ്പാത്തിക്ക് കറി റെഡിയാക്കാൻ പറ്റും. കുക്കർ അടച്ചിട്ടുണ്ട്. വിസിൽ വെച്ച് ഒരു 4 വിസിൽ നമുക്ക് ആക്കിയെടുക്കാം. പോയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതുപോലെ കുക്കായിട്ടുണ്ടോ നോക്കുക. പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്തില്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് 2 വിസിൽ കൂടെ വെച്ചാൽ മതിയാകും. എനിക്കിത് ചൂടുവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്മാഷർ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചോ നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുവിധം സ്മാഷ് ചെയ്താൽ മതിയാകും. ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര ഇടുന്നുണ്ട്. ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ½ ടീസ്പൂൺ 1 ടീസ്പൂൺ ഇട്ടാൽ മതിയാകും. ഉപ്പ് നോക്കുക നിങ്ങൾക്ക് കറക്റ്റാണോ എന്ന്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ കറിയായി. നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചുരക്കായുടെ കറി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചപ്പാത്തി, ചോറ്, ദോശ, ഇഡ്ഡലി എല്ലാത്തിനും നിങ്ങൾ കഴിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഉള്ളി ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ്സ്. അതായത് ഇത് വേഗണ 4 വിസിൽ കുക്കറിൽ വരുന്ന ടൈമേ ആവുള്ളൂ. ഒരു 10 മിനിറ്റിൽ തന്നെ നമ്മുടെ കറി റെഡിയാകും. എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പരിപ്പ് വെന്തില്ലെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ കൂടുതൽ വയ്ക്കാം. നിങ്ങൾ പരിപ്പ് നേരത്തെ സോക്ക് ചെയ്യാൻ വച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ വേഗം. അല്ലെങ്കിൽ കുറച്ച് ഓഫ് ചെയ്ത് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ ഒരു 2 വിസിൽ കൂടെ വയ്ക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇതിന് മുമ്പിൽ നമുക്ക് ചുരക്കായുടെ ഒരു കൂട്ടാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചുരക്കായ് ഗ്രിൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അത് കാണാത്തവർ കാണുക. അതും വളരെ സ്വാദാണ്. പക്ഷെ അത് ഗ്രില്ല് ചെയ്യാൻ മാത്രമേ കുറച്ച് സമയമാകുള്ളൂ. ഇത് അത്രയ്ക്ക് സമയമാകത്തില്ല. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.